വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹബീസ് സ്റ്റിച്ചിങ് ബട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ നല്ല സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. 6th സ്റ്റാൻഡേർഡിൻ്റെ യൂണിറ്റ് 1 ആയ ഓഫ് മെനി ഹ്യൂസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. സോ ഈ ഓഫ് മെനി ഹ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരുപാട് കളേഴ്സ് അല്ലേ? ഹ്യൂസ് മീൻസ് കളേഴ്സ്. അപ്പം വിവിധ വർണ്ണങ്ങൾ എന്നതാണ് ആ ഒരു പദത്തിൻ്റെ മീനിങ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ ഒരു എന്താ പറയുക, ഒരുപാട് പിക്ചേഴ്സ് വന്നിട്ടുണ്ട് അല്ലേ? ഇതെല്ലാം പല നാടുകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇവിടെ ചൈനീസ് ഉണ്ട്, ഇന്ത്യൻസ് ഉണ്ട്, അതേപോലെ തന്നെ ഈജിപ്റ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ടല്ലോ. യൂറോപ്യൻ കൺട്രീസ്, അമേരിക്ക, ഫ്രാൻസ്, അങ്ങനെ എല്ലാ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പിക്ചറാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ താഴെ എന്തുണ്ട്? ഒരു കോട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ടെക്സ്റ്റ് കിട്ടി കാണണം, സ്കൂളൊക്കെ തുറന്നല്ലോ. അപ്പോൾ എന്തായിരുന്നാലും കിട്ടി കാണുമായിരിക്കും. ഇൻ ഡൈവേഴ്സിറ്റി ദർ ഈസ് ബ്യൂട്ടി ആൻഡ് ദർ ഈസ് സ്ട്രെങ്ത്. ഒരു മായ ആഞ്ചലോ എന്ന് പറയുന്ന ഒരാളുടെ കോട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതായത് ഈ വൈവിധ്യത്തിലാണ് സൗന്ദര്യവും ശക്തിയും എന്നതാണ് ഇതിൻ്റെ അർത്ഥം. പിന്നെ ഞാൻ ഇപ്പോഴാണ് കേട്ടോ ശ്രദ്ധിച്ചത്, ഈ ഒരു പടം കൊടുത്തിരിക്കുന്ന ഒരു വാഴയിലയിലാണ് ഈ പടം വരച്ച് വെച്ചിരിക്കുന്നത്. സോ അതിൻ്റെ അടുത്ത് തന്നെ കറിയും ഉണ്ട്. നോക്കൂ, കറി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഡോർവേയിലോട്ട് പോവാം. ദ ഡോർവേ. ഓക്കെ, ഈ ഒരു 6th ടെക്സ്റ്റിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് മാത്രമേ എനിക്ക് PDF കിട്ടിയിട്ടുള്ളൂ ഗായ്സ്. അപ്പം നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് യൂണിറ്റ് കഴിയുമ്പോൾ ഞാൻ പിന്നെ നോക്കിയിട്ടേ എടുക്കാം. സോ ഓക്കെ, അപ്പം ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഈ ഡോർവേയിൽ എന്ന് പറയുമ്പോൾ വലിയ ഒരു അത്യാവശ്യം നല്ലൊരു പിക്ചറാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരുപാട് കുട്ടികൾ നിന്നിട്ട് ഗ്ലോബ് നിരീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ബുക്ക് ഇങ്ങനെ തുറന്നു വെച്ചിട്ട് അത് വായിക്കുന്നുണ്ട്. ഇവിടെ ഒരു കപ്പ് ഓഫ് പെൻ സ്റ്റാൻഡ് ഉണ്ട് അല്ലെ? ഒരു കപ്പിൽ ഇങ്ങനെ പെന്നുകളൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നുണ്ട്. വാട്ട് ആർ ദ ചിൽഡ്രൻ ഡൂയിങ്? എന്താണ് ആ കുട്ടികൾ നോക്കുന്നത്? ദേ ആർ ലുക്കിംഗ് അറ്റ് ദ ഗ്ലോബ്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ബുക്ക് പഠിക്കുകയാണ് അല്ലേ? ദേ ആർ സ്റ്റഡിങ് എന്ന് നമുക്ക് പറയാം. ഇനി ഡു യു തിങ്ക് ദ ചിൽഡ്രൻ ആർ ഫ്രം ദ സെയിം കൺട്രി? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ കുട്ടികൾ സെയിം കൺട്രിയിൽ നിന്നാണെന്ന്? അല്ല അല്ലേ, ആ കുട്ടികളെല്ലാം വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്നതാണ്. ഇവിടെ അമേരിക്ക, ആഫ്രിക്ക, അതേപോലെ ചൈന, ജപ്പാൻ, അങ്ങനെ ഒരുപാടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പാഠത്തിലോട്ട് പോവാം. വെൻ യു മൂവ് ടു അനദർ കൺട്രി, നിങ്ങൾ വേറൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ ദ ഫ്ലോ ഓഫ് ലൈഫ് ചേഞ്ചസ്. ഈ ലൈഫ് മീൻസ് ജീവിതത്തിൻ്റെ ഓരോരോ ഘട്ടങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതായത് അവിടെയുള്ള നമ്മൾ ജീവിച്ചിരുന്ന ആ ഒരു ലൈഫ് സ്റ്റൈൽ അല്ലായിരിക്കും നമ്മൾ വേറൊരു കൺട്രിയിലോട്ട് പോകുമ്പോൾ അവിടുത്തെ ഭക്ഷണങ്ങളിൽ, അതേപോലെ തന്നെ ഡ്രസ്സിങ് സ്റ്റൈൽസിൽ, തെരുവുകളിൽ, സ്ട്രീറ്റ്സിൽ, അവിടെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവൂല്ലേ? ഇനി what could be the difference you might feel when you move to a new place? എന്ത് ഡിഫറൻസ് ആയിരിക്കും, എന്ത് വ്യത്യാസമായിരിക്കും നിങ്ങൾക്ക് ഒരു പുതിയ പ്ലേസിലോട്ട് പോകുമ്പോൾ തോന്നുന്നത്? എന്തൊക്കെയായിരിക്കും? ഭക്ഷണങ്ങൾ വെറൈറ്റി ആയിരിക്കും അല്ലേ? അതേപോലെ തന്നെ എന്താണ് ആ ഒരു സ്ഥലം ഒക്കെ വെറൈറ്റി സ്ഥലങ്ങളൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ അവിടെയുള്ള വസ്ത്രരീതികൾ നല്ല അടിപൊളി വസ്ത്രങ്ങളായിരിക്കും. ചിലതൊക്കെ എന്താ പറയുക, അവരുടേതായിട്ടുള്ള ഒരു സ്റ്റൈലിൽ ആ ഒരു കാസ്റ്റ് അനുസരിച്ച് ആയിരിക്കും അവർ വസ്ത്രധാരണകൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒക്കെ വ്യത്യാസമായിരിക്കും. നമ്മളിവിടെ ജീവിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ സാരി ആയിരിക്കും ഇന്ത്യൻസിൻ്റെ മെയിൻ ഡ്രസ്സ് എന്ന് പറയുന്നത്. അതായിരിക്കത്തില്ല, അവിടെ പോകുമ്പോൾ ഗൗൺ ആയിരിക്കും ചിലപ്പോൾ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ്, ഹിയർ ഈസ് എ സ്റ്റോറി ഓഫ് എ ഗേൾ ഹു മൂവ്ഡ് ടു എ ന്യൂ കൺട്രി. ഈ കഥയെന്ന് പറയുമ്പോൾ പുതിയൊരു രാജ്യത്തേക്ക് ഒരു പെൺകുട്ടി പോയതാണ്. ഒരു പെൺകുട്ടി പുതിയൊരു രാജ്യത്തേക്ക് കടക്കുന്ന ഒരു കഥയാണിത്. The place was very different from where she used to live before. അവൾ മുമ്പ് ജീവിച്ചിരുന്ന സ്ഥലത്തേക്കാളും വളരെ വ്യത്യാസപ്പെട്ടതായിരുന്നു ആ സ്ഥലം എന്ന് പറയുന്നത്. ഇതിൻ്റെ പേരെന്താണ്? നെയിംസ് എന്നാണ്. അതായത് പേരുകളും അതായത് പേരുകൾ എന്നതാണ് ഇതിൻ്റെ ഈ കഥയുടെ പേര് എന്ന് പറയുന്നത്. സോ കുഞ്ഞിച്ചിരുത stood at the gate. കുഞ്ഞിച്ചിരുത എന്നാണ് ഇതിൻ്റെ അകത്തെ മെയിൻ ക്യാരക്ടറിൻ്റെ പേര്. ആരാണ്? കുഞ്ഞിച്ചിരുത. ഓക്കെ, അപ്പം കുഞ്ഞിച്ചിരുത stood at the gate. കുഞ്ഞിച്ചിരുത എന്ന പേര് കേൾക്കുമ്പോഴേ നമുക്കറിയാം ആളൊരു ഇന്ത്യനാണെന്ന്. ഇന്ത്യക്കാർക്ക് മാത്രമേ അല്ലായിരിക്കും, വേറെ പ്രത്യേകിച്ച് മെയിനായിട്ടും കുഞ്ഞിച്ചിരുത എന്നുള്ളൊരു പേര് വരുന്നത് ഇന്ത്യൻസിനായിരിക്കും. ഓക്കെ,
പ്രത്യേകിച്ച് ഇന്ത്യയിൽ കേരളത്തിൽ ആളൊരു മലയാളിയാണെന്ന് നമുക്ക് ഒരു പേരിലെ മനസ്സിലാവും. കുഞ്ഞിച്ചിഴുത, രാധാലക്ഷ്മി, ഐശ്വര്യ, ഇതൊക്കെ മലയാളികളുടെ പ്രിയപ്പെട്ട പേരുകളാണല്ലോ. സോ കുഞ്ഞിച്ചിഴുത ഗേറ്റിന്റെ അടുത്തെത്തി. ഗേറ്റിന്റെ അടുത്ത് സ്റ്റുഡ് മീൻസ് നിൽക്കുക. ഓക്കെ, ഗേസിങ് അറ്റ് ദ സ്ട്രീറ്റ്. ഗേസിങ് അറ്റ് ദ സ്ട്രീറ്റ്, ഗേറ്റിന്റെ അടുത്ത് നിന്നിട്ട് അവർ സ്ട്രീറ്റ്, ഗേസിങ് മീൻസ് ഉറ്റുനോക്കുക. ഓക്കെ, ഉറ്റുനോക്കുക. സ്ട്രീറ്റ്, തെരുവ്. അപ്പം ആ തെരുവിലേക്ക് ഉറ്റു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അല്ലേ? തുറച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. വളരെ അത്ഭുതകരമല്ലേ? സോ she loved to look at passing vehicles and pedestrians. Pedestrians എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽനട യാത്രക്കാർ. അവൾക്ക് വളരെ ഇഷ്ടമായിരുന്നു ഈ വെഹിക്കിൾസ്, റോഡിൽ കൂടെ പോകുന്ന വാഹനങ്ങളെയും കാൽനട യാത്രക്കാരെയൊക്കെ നോക്കി നിൽക്കാൻ. അതാണെങ്കിൽ നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും. സോ ഓക്കെ, ഇറ്റ് വാസ് ദ എൻഡ് ഓഫ് വിന്റർ. അതായത് വിന്ററിന്റെ അവസാനമായിരുന്നു ആ ഒരു ഭാഗം. അവൾ ചെന്ന ഒരു സമയം വിന്ററിന്റെ അവസാനമാവാറായിരുന്നു. അതായത് ഇപ്പം മഴക്കാലമല്ല, ഇപ്പൊ ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്കിനും ഈ ഒരു മഴക്കാലം തീരാറാവത്തില്ലേ, അത് തന്നെയാണ് കേട്ടോ. ദ എയർ വാസ് വാർമിംഗ് അപ്പ്. അതായത് ആ ഒരു കാറ്റിങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ചൂടും ഇളം കാറ്റ്, അത് തന്നെ. ബട്ട് there was still the occasional cold wind. അതായത് അവിടെ ഇപ്പോഴും എന്നാലും പലപ്പോഴും ഒക്കെ എന്ത് ചെയ്യുമായിരുന്നു, തണുത്ത കാറ്റിങ്ങനെ വീശുമായിരുന്നു. ഇറ്റ് ഹാഡ് ബീൻ എ കോൾഡ് വിന്റർ ഇൻ ന്യൂ ജേഴ്സി. അതായത് എന്താണ്, ന്യൂജേഴ്സി എന്ന് പറയുന്നത് അമേരിക്കയിലെ ഒരു സ്ഥലമാണ്. അവർ ന്യൂജേഴ്സിയിൽ പോയപ്പോൾ അവിടെ ശൈത്യകാലമായിരുന്നു കേട്ടോ. സോ ഇറ്റ് വാസ് ഓൺലി 5. എന്താണ്, ആകെ 5 മണിയേ ആയിട്ടുള്ളൂ. പക്ഷേ ബട്ട് നൈറ്റ് ഹാഡ് ഫോൺ. പക്ഷേ രാത്രി ആയി കഴിഞ്ഞിരുന്നു. നെക്സ്റ്റ് പാരഗ്രാഫ് നിങ്ങൾ നോക്കാം. The varying lengths of day and night across seasons had puzzled കുഞ്ഞിച്ചിരുത. അതായത് ഈ അമേരിക്കയിലൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രാത്രിയാവുമ്പോൾ അവിടെ പകലായിരിക്കും. അതായത് ഇവിടെ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ അവിടെ എല്ലാവരും എണീച്ച് സ്കൂളിൽ പോവുക, ജോലിക്ക് പോവുക, അതായിരിക്കും. ഇവിടെ എല്ലാവരും എണീച്ച് സ്കൂളിൽ പോകുമ്പോൾ അവിടെ എല്ലാവരും കിടന്ന് ഉറങ്ങുന്ന സമയമായിരിക്കും. അതാണ് വ്യത്യാസം കേട്ടോ. ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. സോ ഈ ഒരു വ്യത്യാസം നോക്കി കുഞ്ഞിച്ചിരുതേനെ വല്ലാണ്ടങ്ങ് കൺഫ്യൂഷൻ അടുപ്പിച്ചു. പസിൽഡ് കുഴക്കി. ഓക്കെ, കൺഫ്യൂഷൻ അടുപ്പിച്ച് അങ്ങ് കുഴക്കി കളഞ്ഞു. When she arrived in July, അവള് ജൂലൈയിലാണ് അവിടെ എത്തിയത്. The sun set only at 8:30. 8:30ക്കാണ് അവിടെ എന്ത് ചെയ്തത്, സൂര്യൻ അസ്തമിക്കുന്നത്. ഓക്കെ, 15 മണിക്കൂറിൽ കൂടുതൽ അവിടെ പകലുണ്ടായിരുന്നു. അതായത് വളരെ കുറച്ച് സമയം രാത്രിയും വളരെ കൂടുതൽ സമയം പകലും. ഇവിടെ എന്ന് പറയുമ്പോൾ 12 മണിക്കൂർ രാത്രി, 12 മണിക്കൂർ പകല്. ഇനിയിപ്പോൾ അത് മാറത്തില്ലായിരിക്കും. അങ്ങനെ തന്നെ അത് മൂവ് ഓൺ ചെയ്ത് പോവാണ്. ടോട്ടൽ 24 hours. ഇവിടെ എന്ന് പറയുമ്പോൾ 24 hours തന്നെയാണ്, പക്ഷേ കൂടുതൽ പകലും. അതായത് 15 മണിക്കൂർ പകലും ബാക്കി എത്രയോ മണിക്കൂർ രാത്രിയും. ഓക്കെ, now the sunset a little before 5. എന്താണ്, ഇപ്പോൾ സൺസെറ്റ് കുറച്ച് മുമ്പെയാണ്. ഓക്കെ, 5 മണിക്ക് കുറച്ച് മുമ്പെയാണ് സൺസെറ്റ്. ആൻഡ് ദ ഡേ ലാസ്റ്റഡ് ഓൺലി എ ലിറ്റിൽ ലെസ് ദാൻ 10 hours. ചുരുങ്ങി, അതായത് വളരെ കൂടിപ്പോയാൽ 10 മണിക്കൂറേ അവിടെ ഡേ കാണുള്ളൂ. രാത്രിയായിരിക്കും ഏറ്റവും കൂടുതൽ. ഓക്കെ, അപ്പം നമ്മൾ ഒരു പേജ് പഠിച്ചു തീർത്തു. ഇനി ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ.